ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീസൺ 2-ൻ്റെ 23-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിനെ കാണാനായിട്ട് ജയിലിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെയുള്ള ഒരു പോലീസുകാരൻ വന്നിട്ട് സൂപ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കളക്ടർ കാണാൻ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അയാളെ ചെന്ന് കാണുന്നുണ്ട് വേദ. അങ്ങനെ വേദ സൂപ്രണ്ടിനോട് പറയുന്നുണ്ട്, എനിക്ക് വിക്രം സുധാകരൻ എന്ന് പറഞ്ഞ ആളെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അയാൾ റിലീസായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആൾ റിലീസായിട്ടുണ്ടല്ലോ, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കിടന്നതല്ലേ അത്, വെറുതെ അങ്ങനെ 5 വർഷം നീണ്ടുപോയൊരു കേസായിരുന്നു. അയാളെ പുറത്തിറക്കിയത് റിട്ടയർഡ് ജഡ്ജി ആയിട്ടുള്ള ശങ്കരനാരായണൻ സാറാണ് എന്നൊക്കെ പറയുമ്പോൾ വേദ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം വേദ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു വിക്രമിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിക്രം റിലീസായി എന്ന് അറിഞ്ഞപ്പം വേദ അവിടുന്ന് ശരി, എനിക്കറിയാം, മറ്റു ഡീറ്റെയിൽസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരുകയാണ്. വേദ അങ്ങനെ വണ്ടിയിൽ പോകുമ്പം അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ. അച്ഛന് വിക്രം റിലീസായ കാര്യങ്ങളൊന്നും വിളിച്ചറിയിച്ചില്ലല്ലോ. അങ്ങനെ അച്ഛനെ വിളിക്കുമ്പം സാറിനാണെങ്കിലോ ഫോൺ എടുക്കാനും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്, അച്ഛ എനിക്ക് വിക്രത്തിനെ കാണണം, വിക്രം എവിടെയുണ്ട്? അങ്ങനെയൊക്കെ വേദ പെട്ടെന്ന് ചോദിക്കുമ്പോൾ സാറിന് ഇങ്ങനെ തരുണിൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇനി അവളെ ശല്യം ചെയ്യരുത്, ഇനി ഇങ്ങോട്ട് വിളിക്കരുത്, അങ്ങനെ തരുണിൻ്റെ അമ്മ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറിങ്ങനെ ഓർക്കുകയാണ്. അതൊക്കെ സാറിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ സാറ് പറയുന്നുണ്ട്, നീ ഇപ്പം എന്തിനാ വിക്രത്തിനെ അന്വേഷിക്കണേ, ഇനി അവനെ അന്വേഷിക്കേണ്ട, അവൻ്റെ പാട്ടിന് വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേദയോട് പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് തിരക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വേഗം കോള് കട്ട് ചെയ്യാണ്. വേദയ്ക്കാണെങ്കിലോ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിൽ വേദയും ചിന്തിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് മാഷി ഇങ്ങനെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. വിക്രമാണെങ്കിലോ കുറച്ച് മാറി നിന്ന് അച്ഛനങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കടക്കാരൻ ചോദിക്കുന്നുണ്ട്, മോന് പണിയൊന്നും ആയില്ലല്ലേ, അല്ലെങ്കിലും എത്ര നിരപരാധിയാണെന്ന് പറഞ്ഞാലും ജയിൽ പുള്ളി ആയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ജോലി കൊടുക്കാനൊക്കെ കുറച്ച് പാടാണ്. അങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് വിക്രമിൻ്റെ അടുത്തേക്ക് ശ്രീകാന്ത് കടന്നു വരുന്നത്. അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്തടാ നിനക്ക് കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ഇല്ലാത്തത്? വിക്രമാണെങ്കിലും ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും വിക്രമിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ശ്രീകാന്ത് ഓരോന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയാണ്, നീ ഇത്ര പെട്ടെന്ന് ഇറങ്ങുമെന്ന് ഞാൻ കരുതിയില്ല, നിന്നെ ജയിലിലിട്ട് തീർക്കണം എന്നാണ് ഞാൻ കരുതിയത്. അപ്പോഴേക്കും എൻ്റെ തന്ത എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നിന്നെ ജോലിയും കളഞ്ഞ് അദ്ദേഹം പുറത്തിറക്കി, അല്ലെങ്കിൽ നിന്നെ ഞാൻ അവിടെ ഇട്ട് തന്നെ തീർത്തേനെ. എന്തായാലും ഇന്ന് 1.25 വെച്ച് ആ വാക്കറിൽ നടക്കുന്ന നിന്റെ തന്തയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ആ കണക്കങ്ങ് തീർത്തേക്കല്ലേ. ശ്രീകാന്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ വിക്രം ഇങ്ങനെ ചുറ്റിലും നോക്കുകയാണ്. അപ്പോൾ 4 ഭാഗത്തും ഗുണ്ടകൾ വളഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏൽപ്പിച്ച ജോലികൾ തീർത്തിട്ടേ അവർ പോവുള്ളൂ. അത് കേൾക്കുമ്പോൾ വിക്രം പറയാണ്, ആയിക്കോട്ടെ, എന്നെങ്കിലും ഒരിക്കൽ വേദ വന്നിട്ട് നീയുമായിട്ട് മാറ്റിവെച്ച കണക്ക് തീർക്കണം എന്ന് കരുതിയതാണ്. പക്ഷേ ഇത്ര നേരത്തെ നീ അത് ചോദിച്ചു വാങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. എങ്കിൽ നിനക്ക് നേരത്തെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് വിക്രം. അങ്ങനെ ശ്രീകാന്തിന് കാറിൻ്റെയൊക്കെ മുന്നിലിട്ടിട്ട് മലർത്തിയൊക്കെ അടിക്കുകയാണ് വിക്രം. ആ സമയം മറ്റു ഗുണ്ടകൾ അവിടെ ശ്രീകാന്ത് ഏൽപ്പിച്ച എല്ലാ ഗുണ്ടകളും വന്നിട്ട് വിക്രമിനെ ഇട്ട് അടിക്കുകയാണ്. അങ്ങനെ വിക്രം അടിപിടി കൂടുന്ന സമയത്ത് ആ കടക്കാരൻ മാഷ എടുത്ത് ചോദിക്കുകയാണ്, മാഷ മോന് വീണ്ടും അടിപിടി തുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ മാഷ് നോക്കുന്ന സമയത്ത് വിക്രമിനെ കുറേ ഗുണ്ടകൾ ആക്രമിക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേക്കും ശ്രീകാന്ത് പോകുന്നുണ്ട്, ഇവനെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ്തേക്ക്, ഒരു തരി പോലും ബാക്കി വയ്ക്കരുത്, ബാക്കിയുള്ളതൊക്കെ പോലീസ് നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവുകയാണ്. ഗുണ്ടകളെല്ലാവരും കൂടി തല്ലി ചതയ്ക്കുന്നത് കണ്ടിട്ട് മാഷ് പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് മാഷ് പിടിച്ചു മാറ്റുമ്പോൾ വിക്രം പറയുന്നുണ്ട്, അച്ഛൻ പൊക്കോ, ഇത് എനിക്കുള്ള പണിയാണ്, അച്ഛനിതിൽ ഇടപെടണ്ട എന്ന് പറയുമ്പോഴേക്കും മാഷെ ഒരാൾ പിടിച്ച് തള്ളുന്നുണ്ട്. മാഷ് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ തെറിച്ച് വീഴുകയാണ്. അതിൽ വിക്രം എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് മാഷെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം മാഷെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വാക്കറെടുത്ത് കൈ കൊടുക്കുമ്പോഴേക്കും പിറകിലൂടെ ഒരാൾ വന്നിട്ട് വിക്രമിൻ്റെ തലയ്ക്ക് അടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിക്രം മാഷ് ഒരു സൈഡിലേക്ക് പിടിച്ച് ഒതുക്കുകയാണ്. എന്നിട്ട് ആ ഗുണ്ടകളൊക്കെ അടിച്ച് നിരത്തുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് കേട്ടോ വേദ കാറിൽ അതുവഴി വരുന്നത്. അങ്ങനെ വേദ നോക്കുമ്പോൾ വിക്രം റോഡിൽ ഗുണ്ടകളുമായിട്ട് അടിപിടി കൂടുന്ന ആ ഒരു സീനാണ് കാണുന്നത്. മാത്രമല്ല പെട്ടെന്ന് തന്നെ പോലീസുകാർ വരികയും വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എല്ലാം കണ്ടപ്പോൾ വേദയ്ക്ക് ആകെപ്പാടെ തന്നെ സങ്കടമാവുകയാണ്. വേദ വലിയ പ്രതീക്ഷയിലായിരുന്നു വേദ നാട്ടിലേക്ക് വിക്രത്തിനെ കാണാൻ വന്നത്. വിക്രത്തിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പം വേദയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വരികയാണ് കേട്ടോ.
അങ്ങനെ രാത്രി വിക്രം വിശ്വത്തിൻ്റെ കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ മാഷി ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര നേരം വൈകിയത്. വിശ്വം വിക്രത്തിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. എന്നിട്ട് മാഷ് വിഷമത്തോടെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ നിൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയത്, നിൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. അപ്പം വിക്രം പറയുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ, എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണേ. എന്താ ആരും ഒന്നും ഇണ്ടാത്തത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം വിക്രം മാഷും കൂടി അവിടെ നിന്ന് മാറാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അന്നേരം അപ്പുമോള് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ചെറിയച്ഛ ഇത്, 2-3 പോലീസുകാർ വന്നപ്പോഴേക്കും ചെറിയച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അതല്ല അപ്പുമോളെ, നീ ചെറിയച്ഛൻ ഇതൊക്കെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്നിട്ട് അപ്പുമോള് നേരെ വിശ്വൻ്റെ അടുത്ത് വന്നിട്ട് പറയും അച്ഛ ചെറിയച്ഛനോട് അച്ഛനെ കൊണ്ട് പോവല്ലേ എന്ന് പറയച്ച എന്ന് പറയുമ്പോൾ വിഷ്ണുനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട് വിശ്വേട്ടനൊന്നും മിണ്ടില്ല, കാരണം വിശ്വേട്ടനെയാണ് ഞാൻ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നീ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടിയാണ്, നീ ഇങ്ങനെ ഹാളിലും അവിടെ ഒന്നും കിടന്നുറങ്ങി നിൻ്റെ പഠിത്തം ശരിയാവില്ല, നിനക്കൊരു പ്രൈവസിയൊക്കെ വേണം. ഓ അപ്പോൾ എൻ്റെ പ്രൈവസി ഓർത്തിട്ടാണോ ചെറിയച്ഛൻ അച്ചാച്ചനെയും കൊണ്ട് പോകാൻ തീരുമാനിച്ചത്? എനിക്കതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല എന്ന് അപ്പുമോള് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് നിനക്കത് പ്രശ്നമില്ലായിരിക്കാം, പക്ഷേ ചെറിയച്ഛന് അതൊരു വിഷയമാണ്. എന്തായാലും അധിക ദൂരമൊന്നല്ലല്ലോ പോകുന്നത്, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം, നിങ്ങൾക്കും വേണമെങ്കിൽ അവിടേക്കും വരാം. ആ സമയത്ത് മാഷും പറയുന്നുണ്ട് ചെറിയച്ഛൻ തീരുമാനിച്ചതാണ് മോളെ ശരി എന്ന് പറയുമ്പോൾ അപ്പോൾ മോൾക്ക് ആകെ വിഷമാവാണ്. അപ്പോൾ വിഷയം പറയുന്നുണ്ട് ചെറിയച്ഛൻ ഇന്നേ വരെ സ്വന്തം കാലിൽ നിൽക്കാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ചെറിയച്ഛന് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സാരമില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയൊരു മോശം കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ചെറിയച്ഛന് അതൊരു വലിയ വിഷമാവും. അപ്പം നേരത്തെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് നല്ലത്, പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുമോളെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് വിശ്വൻ. പിന്നെ കാണിക്കുന്നത് വേദ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് പൊട്ടിക്കരയാണ്, കൂടെ അമ്മ ഉണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട് വിക്രം ഇങ്ങനെ തെരുവിൽ ഒരു ഗുണ്ടയെ പോലെ ഇങ്ങനെ തല്ലി കൊള്ളുന്നത് എനിക്ക് ആ കാഴ്ച മറക്കാൻ കഴിയുന്നില്ല. ഈ ഒരു അവസരം അമ്മ നല്ലപോലെ മുതലെടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് പിന്നെ മോളെന്താ കരുതിയത്, ജയിൽ പോയാൽ ആൾക്ക് മാനസാന്തരം വരുമെന്നാണോ? എനിക്കാളെ നേരിട്ട് പരിചയമില്ലെങ്കിലും മോള് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ, എന്നാലും മോള് പറഞ്ഞത് കേട്ടിട്ട് ആൾക്കൊരു മാറ്റം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരാളെയാണോ ഗൗരിമോൾക്ക് മോള് അച്ഛനാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? ഇതുവരെ ഒരു പോലീസുകാരനാണ് അവളുടെ അച്ഛൻ എന്ന് ഗമയിൽ പറഞ്ഞ ആള് ഒരു ഗുണ്ടയായിരുന്നു തൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അവൾക്ക് എങ്ങനെ അത് താങ്ങാൻ പറ്റും? അന്നേരം വേദയ്ക്ക് ഒരു മറുപടിയും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇപ്പം തൽക്കാലം ഇതൊന്നും ഗൗരിമോളെ അറിയിക്കേണ്ട, ഇങ്ങനെ തന്നെ പോവട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നൊക്കെ അമ്മ പറയാണ്. പിന്നെ കാണിക്കുന്നത് തരുണ് വന്നിട്ട് ഇങ്ങനെ ഗൗരിമോളെ എല്ലായിടത്തും വന്ന് തിരയുന്നുണ്ട്, വേദയുടെ റൂമിലും വന്ന് നോക്കുന്നുണ്ട്. വേദ നല്ല ഉറക്കത്തിലായിരിക്കും. തരുണിൻ്റെ വിളി കേട്ടിട്ട് പെട്ടെന്ന് വേദയും ഉണർന്ന് നോക്കുന്നുണ്ട്, ഗൗരിമോളെ അവിടെ കാണുന്നുണ്ടായിരിക്കില്ല. പെട്ടെന്ന് മറ്റു റൂമുകളിലൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ ഗൗരിമോളെ കുളിപ്പിക്കുക. അങ്ങനെ കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ ചോദിക്കുന്നുണ്ട് ഗൗരിമോളുടെ അടുത്ത് മോൾക്ക് അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് 2 പേരെ ഇഷ്ടമാണെന്ന് പറയാണ്. എന്നാലും ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ മോള് പറയാണ് ഫോൺ തരാതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അമ്മയോടായിരിക്കും ഇഷ്ടം, ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് അച്ഛനോടായിരിക്കും ഇഷ്ടം. അമ്പടി കള്ളി നീ ആള് കൊള്ളാലോ എന്ന് പറഞ്ഞ് മോളുടെ തലയൊക്കെ ഇങ്ങനെ തോർത്തി കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഗൗരിമോള് വിളിച്ച് പറയുന്നുണ്ട് അച്ഛാ എനിക്കുള്ള പാല് റെഡിയാക്കി വെക്കാൻ പറയും അമ്മയോട്, അച്ഛൻ തന്നെ റെഡിയാക്കല്ലോ എന്ന് പറഞ്ഞിട്ട് തരുണ് മോൾക്കുള്ള പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ കുഞ്ഞിനുള്ള പാലുമായിട്ട് വരുമ്പോൾ തരുണ് വേദയും വിളിക്കുന്നുണ്ട്. വേദ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന സമയത്ത് തരുൺ പറയുന്നുണ്ട് നമ്മൾ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു, കുറച്ച് കാലം അവിടേക്ക് മാറി താമസിക്കാം. അത് കേൾക്കുമ്പോൾ ഗൗരിമോൾ ചോദിക്കുന്നുണ്ട് നാട്ടിൽ വീടുണ്ടോ? അതെ അത് അച്ചാച്ചൻ്റെ വീടാ, ഇനി നമ്മൾ കുറേ കാലം അവിടെയാണ് താമസിക്കുന്നത്, മോളിനി പഠിക്കാൻ പോകുന്നതൊക്കെ അവിടെ നിന്നാ. ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് അമ്മയും വേദയും ഒക്കെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്, കാരണം വിക്രമിൻ്റെ നാടാണല്ലോ തിരുവനന്തപുരം. അതൊക്കെ കേൾക്കുന്നതുകൊണ്ട് തന്നെ വേദയ്ക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ജോലിയോ? ജോലി ഞങ്ങൾ ഇവിടെ തന്നെ തുടരും, ആഴ്ചയിൽ വന്ന് പോയാൽ പോരെ? അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ അമ്മ പറയുന്നുണ്ട് മോളെ നീ വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദയെ അവിടുന്ന് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് തരുണിൻ്റെ അടുത്ത് മോള് വല്ലതും പറഞ്ഞോ? ഇല്ല. മോള് നാട്ടിൽ പോകുന്നതിനെ പറ്റി വല്ല സൂചനയും തരുണ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലമ്മേ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോയതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എങ്കിലും
അവൻ പോലീസുകാരനല്ലേ, വല്ലതും മണത്തറിഞ്ഞോ എന്നറിയില്ല. ഇനി അവൻ വല്ലതും അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് വേദ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.